ക്രിസ്ത്യാനികളെ അധിക്ഷേപിച്ച് തീവ്ര ഹിന്ദുത്വ ഇലക്ഷൻ കഴിയാൻ കാത്തിരുന്നു. മനസ്സിലെ ക്രിസ്ത്യൻ വിരോധം പലരുടെയും പുറത്തു ചാടി. അങ്ങനെ ഒരുപാട് അധിക്ഷേപിക്കുന്ന കമന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സഭ്യമായ രണ്ട് കമന്റ്സ് ഞാൻ എടുക്കാം. ഒന്ന്, അറിയപ്പെടുന്ന BJP സഹയാത്രികയായ ശ്രീമതി ലക്ഷ്മി പ്രിയയാണ്. കലാകാരിയാണ്, നന്നായിട്ട് എഴുതുന്ന വ്യക്തിയാണ്, നിലപാടുകളോട് വിയോജിപ്പേ ഉള്ളൂ. പക്ഷേ അവർ നല്ല രീതിയിൽ നിലപാട് പറയുന്ന, വ്യത്യസ്തമായ തന്റെ ദർശനങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താണ് ക്രിസ്ത്യാനികളോടുള്ള മനോഭാവം എന്ന് നമുക്ക് വായിച്ചെടുക്കാം. അതോടൊപ്പം ശ്രീ KS രാധാകൃഷ്ണൻ അടക്കമുള്ള വളരെ പ്രമുഖരോടുള്ള ഇന്റർവ്യൂവിൽ പള്ളിയിലച്ചന്മാരെയും മറ്റും അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ആൾക്കാരെയും കാണാം. അതായത് ഇത് ഹിന്ദുത്വ പക്ഷത്ത് നിൽക്കുന്നവരാണ്. ഇവർ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ ഒന്നുമല്ല. ഹിന്ദുത്വ പക്ഷത്ത് നിന്ന് പള്ളിയിലച്ചന്മാരെയും ക്രിസ്ത്യൻ സഭയും ഒക്കെ അവരോടുള്ള യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. അത് ശ്രീ രാധാകൃഷ്ണനോട് സംസാരിക്കുന്ന ഒരു ഹിന്ദുത്വ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. എന്താ ഉണ്ടായിരിക്കണെന്ന് വെച്ചാൽ, കേരളത്തിലെ ക്രിസ്ത്യാനികൾ BJPയുടെ കൂടെ നിൽക്കുകയും അവരുടെ കൂടെ നിന്ന് അവരുടെ ഔദാര്യം പറ്റി എല്ലാം ഔദാര്യം പറ്റി എന്നൊക്കെ പറയാൻ എന്തൊരു ചളിപ്പും ഉളുപ്പില്ലായ്മയും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇത് കേൾക്കുന്ന ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPക്കാരനോ ആലോചിച്ച് നോക്കുക. ഔദാര്യം പറ്റി എന്നൊക്കെ പറയാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമൂഹങ്ങളിലൊന്നാണ് ക്രിസ്ത്യൻ സമൂഹം. 200 കോടിയോളം ജനങ്ങളുണ്ട്. ലോകത്ത് ഡസൻ കണക്കിന് ക്രിസ്ത്യൻ സമൂഹത്തിന് മെജോറിറ്റി ഉള്ള രാജ്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലാണ് ലോകത്തിലെ ഏറ്റവും അതിപുരാതനവും പ്രാചീനവുമായ ക്രിസ്ത്യൻ സഭ. അവർ ഔദാര്യം പറ്റി എന്നൊക്കെ പറയാൻ ഈ പറയുന്നവർക്ക് ഉളുപ്പില്ല, നാണമില്ല, മാനമില്ല. കുറച്ചുകൂടെ കടുപ്പിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ സംസ്കാരം അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. ഇത്ര മോശം വർത്താനം പറയാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. നേടുകയും ചെയ്ത് BJPനെ കൊണ്ട് കുഴി ചാടിച്ചു എന്ന് വേണം പറയാനായി. അതുപോട്ടെ, അത് BJPക്കും പറ്റി എന്നുള്ളതാണ്. അല്ല, അങ്ങനെയല്ല. BJPയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാർ ഒരു കാര്യം മറന്നുപോയി. ഈ പള്ളിയിലെ പാതിരിമാര് കള്ളന്മാരാണ്. ഈ ബിഷപ്പും കർദിനാളും ഒക്കെ ഉണ്ടല്ലോ, ദുഷ്ടക്കൂട്ടങ്ങളാണ്. അവര് ഹിന്ദുക്കളെ നശിപ്പിക്കാനും സനാതന ധർമ്മത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാന അജണ്ട. അവരതിനു വേണ്ടി BJPനെ സുഹൃത്താണെന്ന് നടിച്ചുകൊണ്ട് തേൻ പുരട്ടിയ കത്തി വെച്ചിട്ട് കഴുത്തറത്തുകൊണ്ടിരിക്കുകയാണ്. അർത്ഥത്തിൽ എന്താ ഉണ്ടായിരിക്കുന്നത്? എന്തൊരു വൃത്തികെട്ട സംസാരമാണ്, എത്ര അധിക്ഷേപകരമായ സംസാരമാണ്. അതേപോലെ നമുക്ക് ലക്ഷ്മി പ്രിയയുടെ പോസ്റ്റും ഒന്ന് വായിക്കാം. ലക്ഷ്മി പ്രിയയുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 15,000-ഓളം ലൈക്ക് ലഭിക്കുന്ന വളരെ വൈറലായ അവരുടെ പോസ്റ്റാണ്. അതിന്റെ താഴെ കമന്റ് ചെയ്തിരിക്കുന്നവരെല്ലാം ബഹുഭൂരിപക്ഷം അതിനെ അനുകൂലിച്ച് കമന്റ് ചെയ്തിരിക്കുകയും കൂടി ചെയ്യുകയാണ്. അതിന്റെ വാർത്തയും പല മുഖ്യധാരാ മാധ്യമങ്ങളിലും മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്നിരുന്നു. അരമനയുടെ തിണ്ണ നിരങ്ങാൻ പോകരുത്. എത്ര ഉരുട്ടിക്കൊടുത്താലും അവർ BJPയെ പിന്തുണയ്ക്കില്ല. തിണ്ണ നിരങ്ങാൻ ഉരുട്ടിക്കൊടുക്കുക എത്ര അധിക്ഷേപകരമായ മനസ്സിലെ ക്രിസ്ത്യൻ വിരോധത്തിന്റെ റിഫ്ലക്ഷൻസ് ആണെന്ന് നോക്കൂ. നമുക്ക് അവരുടെ പോസ്റ്റായിട്ട് തന്നെ വായിക്കാം. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് അവരുടെ പോസ്റ്റായിട്ട് തന്നെ നമുക്കൊന്ന് വായിക്കാം. ഈ വിദ്വേഷവും മനസ്സിലെ ക്രിസ്ത്യൻ വിരോധവും വെച്ച് ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമെന്നാണോ കരുതുന്നത്? ലക്ഷ്മി പ്രിയ പറയുന്നു, ഇനിയെങ്കിലും അച്ഛന്മാരുടെ അരമനയുടെ തിണ്ണ നിരങ്ങാൻ BJP നേതാക്കൾ പോകരുത്. എത്ര ചേർത്ത് പിടിച്ചാലും ഉരുട്ടിക്കൊടുത്താലും അവർ BJPയെ പിന്തുണയ്ക്കില്ല. അനൂപ് ആന്റണി, ഷോൺ ജോർജ്, PC ജോർജ് ഇവരുടെ പരാജയം വ്യക്തമാക്കുന്നത് അതാണ്. പകരം ഹിന്ദു കമ്മ്യൂണിറ്റി നേതാക്കളെ കാണുക. ഹിന്ദു മഹാസഭ, ബ്രാഹ്മണ സഭ, വിശ്വകർമ്മ സഭ, ഗണകസഭ, NSS, SNDP, KPMS തുടങ്ങിയ എല്ലാ ഹിന്ദു സമാജങ്ങളെയും ചേർത്ത് പിടിക്കുക. സമാജം എന്ന് പറഞ്ഞാൽ RSS പ്രയോഗമാണ് പൊതുവെ. അതായത് നമ്മൾ സമുദായം എന്ന് പറയുമ്പോൾ RSSന്റെ ബൗദ്ധികമായ ആൾക്കാരും സമാജം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ട് വാക്കും ഓക്കെയാണ്. സമുദായം എന്ന് വിളിച്ചാലും സമാജം എന്ന് വിളിച്ചാലും അവർക്ക് അടിസ്ഥാന ജീവിത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി കൊടുക്കുക, അത് നല്ല സജഷനാണ്. അതൊക്കെ നല്ലതാണ്. മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉയർത്തുക, അതും പോസിറ്റീവാണ്. പെൻഷനും മരുന്നിനുമുള്ള സംവിധാനവും ഉണ്ടാക്കി കൊടുക്കുക. വോട്ടൊക്കെ താനേ പോന്നോളും. മുസ്ലിം ലീഗും SDPയും ജമാഅത്തെ ഇസ്ലാമിയും മതേതര പാർട്ടിയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും മതേതര പാർട്ടിയാണ്. ഇവിടെയാണ് ലക്ഷ്മിപ്രിയ താങ്കൾക്ക് തെറ്റുന്നത്. നമ്മൾ ആരും മതേതര പാർട്ടി ആകണ്ട. ഈ മതേതരത്വം എന്നുള്ള ആശയം വിടൂ, മതസൗഹാർദ്ദം എന്ന ആശയത്തിലേക്ക് എത്തൂ. താങ്കളടക്കം നെഹ്റൂവിയൻ സെക്കുലറിസത്തിൽ പെട്ട് കിടക്കുകയാണ്. അതായത് പണ്ട് സെക്കുലർ ആയിരുന്നു, ഇപ്പം മതേതരത്തിനെതിരാണ്. രണ്ടാണെങ്കിലും ആ സെക്കുലർ എന്ന് പറയുന്ന ഫ്രെയിംവർക്കിൽ കിടക്കുകയാണ്. അതല്ല, നമുക്കൊരു പ്ലൂറലിസ്റ്റിക് ഫ്രെയിംവർക്കാണ് വേണ്ടത്, ബഹുസ്വര ഫ്രെയിംവർക്കാണ് വേണ്ടത്. അപ്പോ മുസ്ലിം ലീഗ് മതേതരമല്ല. മുസ്ലിം ലീഗാണ് ഇന്ത്യയിൽ ഏറ്റവും നന്നായി ഗാന്ധിയൻ മതസൗഹാർദ്ദം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നത്.
ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ ഇതുമായി മുമ്പോട്ട് പോകാൻ കഴിയൂ. ജമാഅത്തെ ഇസ്ലാമി ഒരു ഇവോൾവിംഗ് ഫേസിലാണ്. SDP-യും പോപ്പുലർ ഫ്രണ്ടും എക്സ്ട്രീമിസ്റ്റ് ഇസ്ലാമിസ്റ്റുകളാണ്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. അതായത് മുസ്ലിം ലീഗ് എല്ലാവർക്കും മാതൃകയായി മതസൗഹാർദ്ദവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി. ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ ഇസ്ലാമിക രാഷ്ട്രവാദം ആ അർത്ഥത്തിൽ ഉപേക്ഷിക്കുകയും ഒരു എവല്യൂഷന്റെ ഫേസിലാണ്. RSSും പഴയ ഹിന്ദു രാഷ്ട്രവാദവും ഒക്കെ ഉപേക്ഷിച്ചല്ലോ, പകരം ഇന്ത്യൻ നേഷൻ തന്നെ മതി എന്നുള്ള ആശയമാണ്. RSSും ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ ആ രാഷ്ട്രവാദ സിദ്ധാന്തങ്ങൾ ഒരർത്ഥത്തിൽ ഉപേക്ഷിക്കുകയോ ഡയല്യൂട്ട് ചെയ്യുകയോ സോഫ്റ്റൻ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് നല്ല കാര്യമാണ്. നമ്മുടെ ബഹുസ്വര ഫ്രെയിംവർക്കിലേക്ക് അവരെയും കൊണ്ടുവരാൻ കഴിയണം. അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി തീവ്ര ഇസ്ലാമിസ്റ്റുകളെയും അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാരെയും മറുഭാഗത്ത് തീവ്ര ഹിന്ദുത്വവാദികളെയും ഗോഡ്സേവാദികളെയും തള്ളിക്കളയണം. ആ ഫ്രെയിംവർക്കിലേക്ക് നമുക്ക് വരാൻ കഴിയണം. പിന്നെന്താ, അതുകൊണ്ട് സമാജത്തെ ചേർത്ത് പിടിക്കാൻ ഇന്ത്യ മുന്നണി എന്നൊന്നും വിളിക്കണ്ട, ഇന്ത്യ മുന്നണി എന്നല്ലേ പേര്, ആ പേരും വിളിച്ചാൽ പോരെ. അതുകൊണ്ട് സമാജത്തെ ചേർത്ത് പിടിക്കാൻ BJP നേതൃത്വത്തിൽ കഴിയണം. ബാക്കി ആരെയും പ്രീണിപ്പിക്കാൻ പോകരുത്. സമാജത്തിന്റെ ഏകീകരണം ഉറപ്പുവരുത്തുക. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ആ മനസ്സിലെ ക്രിസ്ത്യൻ വിരോധമാണ്, അതല്ല വേണ്ടത്. പകരം ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ ആരുടെ ഔദാര്യമോ താല്പര്യമോ വേണ്ട, നമ്മളെക്കാൾ കൂടുതൽ ഈ നാട്ടിന് സംഭാവന ചെയ്ത, നമ്മളെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ സമുദായങ്ങളെയും കാട്ടി സംഭാവന ചെയ്ത, നമ്മുടെ ആരോഗ്യം, വിദ്യാഭ്യാസം അടക്കമുള്ള എല്ലാ മേഖലകളിലും ഏറ്റവും പോസിറ്റീവ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. മനസ്സിൽ ഈ വിരോധവും ഔദാര്യം തരികയാണെന്നും അധീശത്വവും സുപ്രീമാസിസവും ഒക്കെ വെച്ചിട്ട് വോട്ട് ചോദിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനികൾ എന്തിനാ BJPക്ക് വോട്ട് ചെയ്യുന്നത്? അപ്പം ആരും അത് ചെയ്യില്ല, പകരം നന്മയുടെ ബേസിലാണ്. അപ്പൊ ഹിന്ദുത്വവാദികളുടെ ആ ഉള്ളിലെ ക്രിസ്ത്യൻ വിരോധം അതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഇലക്ഷനിലെ ഏറ്റവും വലിയ താരങ്ങളിലൊന്ന് ക്രിസ്ത്യൻ പിതാക്കന്മാരാണ്. ക്രിസ്ത്യൻ പിതാക്കന്മാർ ഇറങ്ങി നിന്ന് കളിച്ചു. അതുകൊണ്ടാണ് UDFന് ഇത്രയും വലിയ വിജയം ഉണ്ടായത്. വളരെ ശക്തമായി UDFും കോൺഗ്രസും ജയിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർ സംഘടിതമായി തന്നെ ശ്രമിച്ചു. ഈ കളിയിലെ ഇമ്പാക്ട് പ്ലെയേഴ്സ് നമ്മുടെ പള്ളിയിലച്ചന്മാരാണ്. പല വിശകലനങ്ങളിലും വേണ്ട രീതിയിൽ അത് വരാറില്ല, പക്ഷെ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ഏറ്റവും പ്രഗത്ഭമായി തന്നെ നിന്ന് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം ഉറപ്പിക്കാനും UDFും കോൺഗ്രസും ജയിക്കാനുമുള്ള ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. ആ പള്ളിയിലച്ചന്മാർക്കെല്ലാം പ്രണാമം പറഞ്ഞുകൊണ്ട്. അത് ജയിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, മതസൗഹാർദ്ദം ജയിക്കാൻ. നാളെ ഈ മതസൗഹാർദ്ദത്തിന്റെ സ്പേസ് CPM എടുക്കുകയാണെങ്കിൽ CPM ജയിക്കണം, BJP എടുക്കുകയാണെങ്കിൽ BJP ജയിക്കണം. നമ്മൾ വ്യത്യസ്ത മതവിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളും ഉണ്ട്. എല്ലാവരും തമ്മിലുള്ള ഐക്യവും യോജിപ്പുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പോകേണ്ടത്. എന്തായാലും ഹിന്ദുത്വയുടെ ക്രിസ്ത്യൻ വിരോധം വെളിവാക്കുന്ന പോസ്റ്റേഴ്സും യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാർ വളരെ ആക്റ്റീവായി നിന്ന് ഫൈറ്റ് ചെയ്തതിന്റെ വിജയവും കോൺഗ്രസിന് കാണാൻ കഴിയും. ആ എല്ലാ ക്രിസ്ത്യൻ മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാ ക്രിസ്ത്യൻ പുരോഹിതർക്കും പ്രണാമം അർപ്പിക്കുന്നു.